തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട അണുബോംബിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ കമ്മീഷനും ബി.ജെ.പിയും. ഞെട്ടിക്കുന്ന ആരോപണം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യം ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിക്കുമെതിരായ ആരോപണങ്ങൾ വീണ്ടും കടുപ്പിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തിരിമറിയിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതും വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി രാജ്യദ്രോഹമാണ് എന്നും ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും സമാനമായ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നേരത്തെ മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ട് തിരിമറിയെക്കുറിച്ചായിരുന്നു രാഹുൽ വെളിപ്പെടുത്തിയത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നിലെ ചില അജണ്ടകളെ കുറിച്ചും രാഹുൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വോട്ട് അട്ടിമറിയാണ് നടക്കുന്നത്. വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയെ സഹായിക്കുകയാണ് എന്ന് വ്യക്തമാണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത്. പ്രിയങ്കയും 1980കളിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ തയ്യാറാക്കാറുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് എനിക്ക് ആഴത്തിൽ അറിയാം. പോളിംഗ് ബൂത്തുകൾ, വോട്ടർ പട്ടികകൾ തുടങ്ങി എല്ലാം. ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടൽ ഒരു വഴിക്കും തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊരു വഴിക്കും പോകും. ഇതായിരുന്നു അവസ്ഥ. 2022 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പും 2023 നടന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇതാണ് നടന്നത് എന്നാണ് രാഹുൽ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. ഭാരത് ജോഡോ യാത്രയിൽ മധ്യപ്രദേശിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്കെതിരെ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരിൽ കണ്ടതാണ്. എന്നിട്ടും ഞങ്ങൾക്ക് 234-ൽ 65 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വലിയ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇതുവരെ വോട്ടുകൾ കൂട്ടിച്ചേർക്കൽ മാത്രമാണ് തങ്ങൾ അന്വേഷിച്ചത് എന്നും ഇനി വോട്ടുകൾ ഇല്ലാതാക്കിയതും അന്വേഷിക്കുമെന്നും രാഹുൽ വീഡിയോയിൽ പറയുകയാണ്. ബീഹാറിൽ വളരെ പാവപ്പെട്ട ആളുകളെയാണ് SIR ബാധിക്കുന്നത്. ഇത് രാജ്യദ്രോഹമാണ്. ഞങ്ങൾ നിങ്ങളെ പിടികൂടുന്ന ഒരു സമയം വരുമെന്നും രാഹുൽ പറയുന്നു. അതേസമയം വാർത്താ സമ്മേളനം നടത്തി പങ്കുവച്ച കാര്യങ്ങൾ സ്വന്തം ഒപ്പോടെയുള്ള സത്യവാങ്മൂലമായി എഴുതി നൽകാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ വാക്ക് തന്നെയാണ് തന്റെ സത്യവാങ്മൂലമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ മാത്രമാണ് താൻ ഉദ്ധരിച്ചത് എന്നുമാണ് ഇതിന് മറുപടിയായി രാഹുൽ പറഞ്ഞത്. എന്തായാലും രാഹുൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം.